നമസ്കാരം. വി.എസ്. അച്യുതാനന്ദൻ അധ്യക്ഷനായ ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശകളിൽ ചിലത് അംഗീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് ആശ്വാസമാകുന്നത് സർക്കാർ ജീവനക്കാർക്കാണ്. സ്റ്റേഷൻ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാർക്കും ഗുണകരമായി മാറും തീരുമാനങ്ങൾ. വി.എസ്. അച്യുതാനന്ദൻ അധ്യക്ഷനായ ഭരണപരിഷ്കാര കമ്മീഷന്റെ 111 ശുപാർശകളിൽ 3/4 പങ്കും നടപ്പാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുകയും ഇതിനായി വിവിധ വകുപ്പുകളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ജോലി ചെയ്യുന്ന ഓഫീസിന് 15 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ജീവനക്കാർ താമസിക്കണമെന്ന നിബന്ധന ഇളവ് ചെയ്ത് 20 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചു. മെഡിക്കൽ ഓഫീസർമാരുടേത് 8 കിലോമീറ്ററിൽ നിന്ന് 10 കിലോമീറ്ററാക്കി. റവന്യൂ, പോലീസ്, ആരോഗ്യ, തദ്ദേശ, അഗ്നിരക്ഷാ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഓഫീസ് വളപ്പിനുള്ളിലോ പരിസരങ്ങളിലോ താമസ സൗകര്യമൊരുക്കും. ഇതിനായി പൊതുമരാമത്ത്, സാമൂഹിക നീതി, ധനവകുപ്പുകളെ ചുമതലപ്പെടുത്തി. ക്വാർട്ടേഴ്സുകളിൽ കുട്ടികൾക്കായി ഡേ കെയർ സൗകര്യമൊരുക്കും. ഫീൽഡിൽ പോയി ജോലി ചെയ്യേണ്ടി വരുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇരുചക്രവാഹനം ലഭ്യമാക്കും. സർക്കാർ ജീവനക്കാർക്കെതിരെ വകുപ്പുതല അന്വേഷണം ആരംഭിച്ചാൽ ചെറിയ ശിക്ഷയുള്ള കേസുകളിൽ 6 മാസത്തിനുള്ളിലും വലിയ ശിക്ഷയ്ക്ക് സാധ്യതയുള്ളവയിൽ 1 വർഷത്തിനകവും അന്വേഷണം പൂർത്തിയാക്കണം. ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രമേ അന്വേഷണ കാലാവധി നീട്ടി നൽകാനാകൂ. നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥന് തന്നെ നടപടിക്ക് വിധേയനായ ആൾ അപ്പീൽ നൽകുന്നത് അവസാനിപ്പിക്കും. പകരം അപ്പലേറ്റ് അതോറിറ്റിക്ക് നേരിട്ട് അപ്പീൽ നൽകാം. വകുപ്പുതല അന്വേഷണത്തിന് ഒരാളെ നിയോഗിച്ചാൽ അയാൾ വിരമിച്ചാലല്ലാതെ ചുമതലയിൽ നിന്ന് മാറരുത്. വിരമിക്കാനിരിക്കുന്നവരുടെ മാനസിക സംഘർഷം ലഘൂകരിക്കാനും വിരമിച്ച ശേഷമുള്ള ജീവിതം ആനന്ദകരമാക്കാനും ആവശ്യമായ കൗൺസിലിംഗ് നൽകും. വിരമിക്കുന്നതിന് 18 മാസം മുൻപ് ഒഴിവുകൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാൻ സ്പാർക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിക്കും. അർപ്പണബോധത്തോടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് പാരിതോഷികം നൽകും. ആരോഗ്യ പരിശോധന സർക്കാർ നേരിട്ട് നടത്തണോ, അലവൻസ് കൈമാറിയാൽ മതിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് തീരുമാനിക്കും. വി.എസ്. അച്യുതാനന്ദൻ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് 2021 ജനുവരിയിലായിരുന്നു. അനാരോഗ്യം കാരണമായിരുന്നു രാജി. 4 വർഷവും 5 മാസവുമാണ് വി.എസ്. ഭരണപരിഷ്കാര അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്നത്. ഒട്ടനവധി ശുപാർശകൾ ഈ 4 വർഷം കൊണ്ട് വി.എസ്. അധ്യക്ഷനായ സമിതി സർക്കാരിന് സമർപ്പിച്ചിരുന്നു. അഴിമതിക്കെതിരായ വിജിലൻസിന്റെ പരിഷ്കാരം സംബന്ധിച്ച റിപ്പോർട്ടുകൾ, സിവിൽ സർവീസ് പരിഷ്കരണം, ഗവേണൻസുമായി ബന്ധപ്പെട്ട ശുപാർശകൾ എന്നിവ ശ്രദ്ധേയമായിരുന്നു. തന്റെ പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടും രാജിക്കത്ത് നൽകിയതുമായി ബന്ധപ്പെട്ട വിവരം അറിയിച്ചുകൊണ്ടും വി.എസ്. FBയിൽ കുറിപ്പിട്ടിരുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാൽ അധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് തുടരാനാവാതെ വന്നിരിക്കുന്നു. തലച്ചോറിലുണ്ടായ രക്തപ്രവാഹത്തെ തുടർന്ന് ഡോക്ടർമാരുടെ കർശന നിബന്ധനകൾക്ക് വിധേയമായി തുടരുന്നതിനാൽ യോഗങ്ങൾ നടത്താനോ ചർച്ചകൾ സംഘടിപ്പിക്കാനോ കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ 31/1/2021 തീയതി വെച്ച് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നതായി താൻ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്ന് വി.എസ്. FBയിൽ കുറിച്ചിരുന്നു. സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടുകളിൽ കൈക്കൊള്ളുന്ന തുടർ നടപടികളാണ് കമ്മീഷൻ ചെലവഴിച്ച തുകയുടെ മൂല്യം നിശ്ചയിക്കുക. അതുണ്ടാവും എന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും വി.എസ്. അറിയിച്ചു.